what's wrong. Something isn't right. I'm feeling. ഹലോ കൂട്ടുകാരെ, റോഷ്നീസ് വ്ലോഗിലേക്ക് സ്വാഗതം. എല്ലാവരും സന്തോഷത്തോടെ ആരോഗ്യത്തോടെ ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇത് ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറിയുടെ ഒരു വീഡിയോ ആണ്. അപ്പം 10ാമത് വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു, ജനുവരി 6-നായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്കന്ന് ട്രെയിനിങ്ങും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ വീട്ടിലെത്തി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്താണ് വെഡിങ് ആനിവേഴ്സറിയിൽ എന്താ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുക എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിന്നപ്പോഴൊക്കെ ഫ്രിഡ്ജിൽ ബീഫ് എന്താ പറയുന്നത് വേവിച്ചത് ഇരിപ്പുണ്ടായിരുന്നു. ശരി, എന്നാൽ പിന്നെ നമുക്ക് ബീഫ് കറി വെക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ബീഫ് കറി വെക്കാൻ വേണ്ടി റെഡി ആയപ്പോൾ മാറ്റം പറഞ്ഞു ഞാൻ പോയി പൊറോട്ട മേടിച്ചുകൊണ്ടിരാകുന്നു. അപ്പം ഞാൻ അതിന് വേണ്ടി ഒരു പാൻ അടുപ്പിൽ വെച്ചു, എണ്ണ ഒഴിച്ചു, കടുകിട്ടു. അതിനുശേഷം സവോള അരിഞ്ഞത് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുത്തു. അതൊന്ന് വഴന്ന് വന്നപ്പോഴത്തേക്ക് അതിനകത്തോട്ട് മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി, അതിയായ എന്താ പറയുക എല്ലാ പൊടികളും ചേർത്ത് കൊടുത്തു. കാര്യമായിട്ടൊന്ന് ഇളക്കിയും കൂടെ കൊടുത്തു കേട്ടോ. അതിനുശേഷം നമ്മൾ ആ വേവിച്ച് വെച്ചിരുന്ന ബീഫ് എടുത്ത് അതിലേക്ക് ഒഴിച്ചു കൊടുത്തു കേട്ടോ. ഈ മഞ്ഞായിട്ട് കിടക്കുന്ന അതിൻ്റെ ഒരു നെയ്യൊക്കെ ഉണ്ടല്ലോ, അതൊക്കെയാണ് കേട്ടോ. എന്നിട്ട് ഇതൊന്ന് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. ഞാനൊരു അടപ്പെടുത്തു, മൂടി വെച്ച് ഒരു കുറച്ച് കഴിഞ്ഞിട്ട് വന്ന് നോക്കിയപ്പോഴത്തേക്ക് നല്ല പരുവത്തിൽ ഇങ്ങനെ നെയ്യൊക്കെ ഒന്ന് സെറ്റായി നമുക്ക് പൊറോട്ടയ്ക്ക് കഴിക്കാൻ പറ്റിയൊരു അടിപൊളി കറിയായിട്ട് മാറിയിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്തു, ശരി നമ്മളെപ്പോഴും എന്തെങ്കിലുമൊക്കെ ഡെക്കറേഷൻസ് നടത്തുന്നതല്ലേ, ശരി എന്നാൽ പിന്നെ ഡൈനിങ് ടേബിളിലൊന്ന് എന്തെങ്കിലും ഒന്ന് വെറൈറ്റി ആക്കിയേക്കാം എന്ന് വിചാരിച്ചു. ഇത് എല്ലാം കൂടി ഒരു 3/4 മണിക്കൂർ കൊണ്ട് ചെയ്ത പരിപാടികളാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ക്രിസ്മസിന് വേണ്ടി റെഡിയാക്കി വെച്ചിരുന്ന ടേബിൾ മാറ്റം ഉണ്ടായിരുന്നു, അതെനിക്ക് ക്രിസ്മസിന് യൂസ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ശരി എന്നാൽ പിന്നെ വെഡിങ് ആനിവേഴ്സറിക്ക് നമുക്ക് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ച് മാറ്റി വെച്ചേക്കുമായിരുന്നു. എന്നിട്ട് ഞാൻ അവത്തിലേക്ക് ഓൾറെഡി കിടന്ന ഷീറ്റിൻ്റെ പുറമെയാണ് കേട്ടോ ഞാൻ ആ ക്ലോത്ത് ഇട്ടു, നമ്മളുടെ എടുത്ത് വെച്ചിരുന്ന ടേബിൾ മാറ്റുകളും ഇട്ട് കൊടുത്തു. എന്നിട്ട് ഒരു ക്യാൻഡിലും വെച്ചു. പിന്നെ 2-3 ക്യാൻഡിൽ സ്റ്റാൻഡുകൾ വെച്ചിട്ടുണ്ട്. കാരണം നമ്മൾ ക്രിസ്മസിന് വാങ്ങിച്ച ക്യാൻഡിൽസ് നമ്മൾ യൂസ് ചെയ്തിട്ടില്ലായിരുന്നു. എന്നാൽ ശരി അതൊക്കെ എടുത്ത് അങ്ങ് യൂസ് ചെയ്തേക്കാം. എന്താണെങ്കിലും ഈ ക്യാൻഡിൽ ഓപ്പൺ ചെയ്തപ്പോഴത്തേക്കില്ലേ നല്ല അടിപൊളി സ്മെല്ലായിരുന്നു കേട്ടോ. അപ്പോൾ ജിയക്കുട്ടി വന്നതൊക്കെ ഒന്ന് സ്മെല്ല് ചെയ്ത് നോക്കുവാണ്. അപ്പോൾ അതൊക്കെ ഞങ്ങൾ ഇവിടെ സെറ്റ് ചെയ്യുവാണ് കേട്ടോ. ഈ 3 ക്യാൻഡിലാണ് നമ്മളതിന് വേണ്ടി സെറ്റ് ചെയ്യാൻ വേണ്ടി എടുത്തിരിക്കുന്നത്. അപ്പോൾ ക്യാൻഡിലൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ നോക്കിയപ്പോൾ നമ്മളുടെ ക്രിസ്മസ് ട്രീയെന്ന് അഴിച്ചു വെച്ചിരുന്ന ലൈറ്റൊക്കെ എവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ഞാൻ ഓർത്തു നമുക്ക് നമ്മുടെ കയ്യിൽ ഒരു റീത്തുണ്ട്, പിന്നെ ഹാൻഡ് എംബ്രോയ്ഡറി ഫ്രെയിമൊക്കെ ഉണ്ട്. ഇതൊക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളുടെ ഐഡിയ അനുസരിച്ച് മാറ്റി ഉപയോഗിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ എന്താ പറയുന്നത് ചെറിയ LED ബൾബ് ലൈറ്റ് ഈ ഫ്രെയിമിലൊക്കെ ഞാനിങ്ങനെ ചുറ്റി കൊടുത്തു. എന്നിട്ട് ചില ഭാഗങ്ങളിലൊക്കെ ഇൻസുലേഷൻ ടേപ്പ് വെച്ച് ഒന്ന് ഒട്ടിച്ചു കൊടുത്തത് ഇങ്ങനെയാണ്. അത് നമ്മൾ സെറ്റ് ചെയ്തെടുത്തത്. എന്നിട്ട് ഞാനത് കൊണ്ടുവന്ന് നമ്മുടെ പ്ലഗ് പോയിന്റിൽ ഒന്ന് കുത്തി എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ട് കേട്ടോ. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് മാറ്റി കുറച്ചൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്. സെറ്റ് ചെയ്ത് വെച്ചിട്ട് നമ്മളിങ്ങനെ ലൈറ്റൊക്കെ ഇട്ട് ഒന്ന് മൊത്തം ലൈറ്റ് ഓഫ് ചെയ്തിട്ട് ഈ ലൈറ്റൊക്കെ ഒന്ന് ഇട്ട് നോക്കി കേട്ടോ. നമുക്ക് ജിയക്കുട്ടിയുടെ ഗിഫ്റ്റ് കാണാം കേട്ടോ. ജിയക്കുട്ടിയുടെ പാട്ടൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മൾ നമ്മുടെ ഡൈനിങ് ടേബിൾ അങ്ങ് കാര്യമായിട്ട് സെറ്റ് ചെയ്യാണ് കേട്ടോ. വാങ്ങിച്ചുകൊണ്ട് വന്ന് പൊറോട്ട, അതുപോലെ ബീഫ് കറി, പിന്നെ ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു, അത് ഫ്രൈ ചെയ്തെടുത്തു. പിന്നെ ഒരു ചെറിയ സാലഡും പിന്നെ പുഡിങ്ങും ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ വെഡിങ് ആനിവേഴ്സറിയുടെ വിശേഷങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഒന്ന് ലൈക്ക് കൂടെ ചെയ്യണേ, എങ്കിൽ മാത്രമല്ല നമ്മുടെ വീഡിയോസിനൊക്കെ ഒന്ന് റീച്ച് കിട്ടുകയുള്ളൂ. അപ്പോൾ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. ഓക്കെ, നമുക്ക് അടുത്ത വ്ളോഗിൽ കാണാം. ബൈ.